ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 2-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. ഇന്നലെ 1-ാം അധ്യായം നമ്മൾ വായിച്ചല്ലോ. 2-ാം അധ്യായത്തിൽ ദൈവാലയ നിർമ്മാണത്തിനുള്ള ഒരുക്കം ശലോമോൻ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ദാവീദെല്ലാം ക്രമീകരിച്ചിരുന്നു. അതിനാവശ്യമായ സാധന സാമഗ്രികളൊക്കെ എല്ലാം ക്രമീകരിച്ചു കൊടുത്തിരുന്നു. ശലോമോൻ പണി ആരംഭിക്കാൻ വേണ്ടി പോകുകയാണ്. ഒന്നേയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ശലോമോൻ പറയുന്നു, 2 ആഗ്രഹങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. ഒന്ന്, ദൈവത്തിന് മനോഹരമായ ആലയം പണിയണം. അതോടൊപ്പം തനിക്ക് പാർക്കുവാനുള്ള കൊട്ടാരവും പണിയണം. അതിനുവേണ്ടി അദ്ദേഹം 70,000 ചുമട്ടുകാർ, 80,000 കല്ലുവെട്ടുകാർ, 3,600 മേൽനോട്ടക്കാർ അവരെയൊക്കെ അവിടെ ക്രമീകരിക്കുകയാണ്. അതിമനോഹരമായ കല്ലുകൾ ചെത്തി ഒരുക്കി അത് ചുമന്നുകൊണ്ട് വന്ന് അതിമനോഹരമായ ദേവാലയം പണിയണം. അതിനുള്ള ക്രമീകരണമാണ് അദ്ദേഹം ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം ടൈർ രാജാവായ ഹീരാമിന് സന്ദേശം അയക്കുകയാണ്. എൻ്റെ പിതാവായ ദാവീദിന് കൊട്ടാരം പണിയാനും അത് പണിയിച്ചു കൊടുത്തത് അവിടുന്നാണ്. അതിന് ദേവദാരു കൊണ്ട് അവിടുന്ന് ആ തടിയൊക്കെ അയച്ചു കൊടുത്ത് മനോഹരമാക്കിയത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ യഹോവയ്ക്ക് വലിയ അതിമനോഹരമായൊരു ദേവാലയം പണിയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എന്നെയും അവിടുന്ന് സഹായിക്കണം. ഇവിടെ ശലോമോൻ പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങളുടെ ദൈവം എല്ലാ ദേവന്മാരിലും ശ്രേഷ്ഠനാണ്. ഞങ്ങളുടെ ദൈവം എല്ലാ ദേവന്മാരിലും ശ്രേഷ്ഠനാണ്. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. ധാരാളം ദൈവങ്ങളെക്കുറിച്ച് ഈ ഭൂമിയിലുള്ള മനുഷ്യർ വിശ്വസിക്കുന്നുണ്ടാവും. എന്നാൽ സത്യദൈവമായ പിതാവായ ദൈവവും കർത്താവായ യേശു ക്രിസ്തുവും ആ പരിശുദ്ധ ദൈവത്തിലുള്ള നമ്മളുടെ പൂർണ്ണമായ വിശ്വാസമാണ് നമ്മളെ ഭൂമിയിൽ നിലനിർത്തുന്നതും നമുക്ക് ശക്തിയും അനുഗ്രഹമൊക്കെ നൽകുന്നത്. ആ വലിയ വിശ്വാസമാണ് നമ്മൾ ഓർക്കണം. അദ്ദേഹം വിജാതി രാജാവായ ആ ടൈർ രാജാവായ ഹീരാമനോട് പറയുകയാണ്, ഞങ്ങളുടെ ദൈവം, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം അതിശ്രേഷ്ഠനാണ്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്കനുസരിച്ചാണ് എനിക്ക് ദേവാലയം പണിയേണ്ടത്. അത് പണിയുന്നതിന് വേണ്ടി ഉള്ള എല്ലാ സാധന സാമഗ്രികളും എൻ്റെ കയ്യിലുണ്ട്. ഇനി ആവശ്യമുള്ള തടികൾ ഇനി അവിടെ നിന്ന് എനിക്ക് അയച്ചു തരണം. അതുകൊണ്ട് മാത്രമല്ല, ഇത് പണിയാനുള്ള ആൾക്കാർ, അതായത് സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ് മുതലായ സാധനങ്ങൾ പണിയുവാനും അതിമനോഹരമായ ചിത്ര തയ്യലുകൾ ഉണ്ടാക്കുവാനും കഴിവുള്ള ഒരാളെ നീ എനിക്ക് അവിടെ നിന്ന് അയച്ചു തരണം. തൻ്റെ രാജ്യത്ത് അത്രമാത്രം സാമർഥ്യമുള്ളവരെ ശലോമോൻ കണ്ടെത്തുന്നില്ല. എന്നാൽ ഈ ടൈർ രാജാവായ ഹീരാമിൻ്റെ കീഴിൽ അങ്ങനെയുള്ള പണിക്കാരുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അത് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ലെബാനോനിലെ ദേവദാരുവും ശരളവൃക്ഷവും നീ എനിക്ക് അയച്ചു തരണം. അതോടൊപ്പം സമൃദ്ധരായ തടിവെട്ടുകാരെയും അയച്ചു തരണം. എൻ്റെ പണിക്കാരോട് ചേർന്ന് അത് ചെയ്തുകൊള്ളും. 11 മുതലുള്ള വാക്യങ്ങളിൽ ഹീരാം ശലോമോൻ അയക്കുന്നതായ മറുപടിയാണ് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ 12, 11 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന ഹീരാം ആ മറുപടി പറയുന്ന ഇതാണ്. വിജാതനായ ഹീരാം പറയുന്നു, ദാവീദിനെയും ബുദ്ധിമാനായ മകനെയും അവന് ബുദ്ധിമാനായ മകനായ ശലോമോന് നൽകിയ ദൈവത്തെ ഞാൻ വാഴ്ത്തുന്നു, ഞാൻ സ്തുതിക്കുന്നു. വിജാതിയൻ പോലും ദാവീദിനെയും ശലോമോനെയും കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ കാരണമായി തീർന്നു. പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനികളെന്ന് പറയുന്ന നമ്മളെ കാണുന്നവർ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകുന്നു. വാസ്തവത്തിൽ ഇന്ന് യേശുവിന് അപമാനമായി തീരുന്നത് ക്രിസ്ത്യാനികൾ തന്നെയല്ലേ? നമ്മുടെ കർത്താവിനോട്
പീലിപ്പോസ് പറഞ്ഞ കർത്താവെ ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം. നമ്മുടെ കർത്താവ് പറഞ്ഞ മറുപടി നമുക്കറിയാം, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാണ്. ഞാനും പിതാവും ഒന്നാണ്. എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടുവെന്ന് പറയണമെങ്കിൽ അപ്രകാരം ജീവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇന്ന് സഭാതലത്തിൽ ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന, നേതൃത്വം നൽകുന്ന ആർക്കെങ്ങനെ പറയാനുള്ള ധൈര്യമുണ്ടാവും? എന്നെ കണ്ടവൻ യേശുവിനെ കണ്ടിരിക്കുന്നു, എൻ്റെ ദൈവത്തെ കണ്ടിരിക്കുന്നു പറയാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കണമെങ്കിൽ അപ്രകാരം ഒരു ജീവിതം നയിപ്പാൻ നമുക്കിടയായിത്തീരണം. ഇവിടെ വിജാതനായ ഹീരാം ശലോമോനെ കണ്ട്, ദാവീദിനെ കണ്ട് അവരുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അതിശ്രേഷ്ഠമായ ഒരനുഭവം. ദാവീദോ ശലോമോനോ ദൈവത്തെക്കുറിച്ച് ഹീരാമിനോട് സുവിശേഷം അറിയിച്ചിട്ടല്ല. അവരുടെ ജീവിതവും അവരുടെ പ്രവൃത്തിയും അവരുടെ ദൈവത്തോടുള്ള അവരുടെ വിശ്വാസവും കണ്ടിട്ട് മറ്റൊരുവൻ അവനെക്കുറിച്ച് പറയുന്നതായ സാക്ഷ്യമാണത്. നമുക്ക് അപ്രകാരം ഒരു ജീവിതവും ഒരു ആഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരും നമ്മളെക്കുറിച്ച് അങ്ങനെ പറയാൻ കാരണമാവുകയുള്ളൂ. അതിനുശേഷം ബുദ്ധിമാനും സമർത്ഥനുമായ ഹൂരാമബി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈ ഹീരാം ശലോമോൻ അയച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം അതിമനോഹരമായി പണികളെ രൂപപ്പെടുത്തുന്നവനാണ്. ആ മനുഷ്യനെക്കുറിച്ച് പറയുന്ന അവൻ്റെ അമ്മ ദാൻ ഗോത്രക്കാരിയാണ്, അപ്പൻ ടൈർ ദേശക്കാരനുമാണ്. മാതൃവഴി അവൻ ഇസ്രായേലുമായിട്ട് ബന്ധമുള്ളവനാണ്. അപ്പോൾ അവനെ കൊടുക്കുന്നു, അവൻ മുഖാന്തരമാണ് ഇനി ഇതിലുള്ള എല്ലാ അതിമനോഹരമായ പണികളും ഇവിടെ ഇനി ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന് ദൈവികമായ പദ്ധതിക്ക് എല്ലാ മനുഷ്യരെയും ദൈവം ഉപയോഗിക്കും. കാരണം എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിന് മനുഷ്യനോട് വേർതിരിവില്ല. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തെ അറിയിക്കുവാനായിരുന്നു ദൈവം പഴയ നിയമ ഇസ്രായേലിനെ വേർതിരിച്ചത്. പക്ഷെ അവരത് അവകാശവാദമാക്കി, ഞങ്ങൾ മാത്രമാണ് ദൈവത്തിൻ്റെ ജനമെന്നുള്ള അവകാശവാദത്തിലേക്ക് പോയി, അവർ നാശത്തിലേക്ക് പോയി. നമ്മയും കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് യേശുവിനെ ലോകത്തിന് വെളിവാക്കുവാനാണ്. ആ ഉത്തരവാദിത്വം നമ്മൾ അവകാശവാദമാക്കി മാറ്റുമ്പോൾ നമ്മളവിടെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഉത്തരവാദിത്വം നമ്മിലൂടെ യേശു ദൈവമാണെന്നുള്ള മറ്റുള്ളവരെ വെളിപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് ഓർക്കണം. ദൈവം എല്ലാ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു. എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഈ ഒരു പ്രത്യേകതയാണ് നമുക്കുള്ളത്. നമ്മൾ അത് മനസ്സിലാക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ മാത്രമല്ല ദൈവത്തിൻ്റെ ജനം, എല്ലാ സൃഷ്ടിയും ദൈവത്തിൻ്റേതാണ്. ഇന്ന് നമുക്കറിയാം, ആധുനിക കാലത്തും ദൈവാലയങ്ങൾ പണിയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വിശ്വാസികളെ മാത്രമല്ലല്ലോ, നാനാജാതി മതസ്ഥരായ ആളുകളുടെ സഹകരണം അതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അവരുടെ എല്ലാം അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ സ്നേഹിക്കുവാനും കരുതുവാനും നമുക്ക് ബഹുമാനിക്കാനും സാധിക്കേണ്ടതാണ്. 17-18 വാക്യങ്ങളിൽ തൻ്റെ രാജ്യത്തുള്ള വിദേശികളുടെ കണക്കുകൾ കൂടി അവിടെ എടുക്കുന്നുണ്ട്. 1,53,600 പേരുണ്ടായിരുന്നു. അവരെയും ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി വിവിധ ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത് ശലോമോൻ ഇവിടെ ചുമതലപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ വേദപുസ്തകം നമുക്ക് തരുന്ന ഒരു മെസ്സേജ് ഏതെന്ന് ചോദിച്ചാൽ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ നീ സ്നേഹിക്കുക. ജാതിമത ഭേദമന്യേ എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും ദൈവികമായ പദ്ധതികൾക്ക് അവരും ഉപയോഗപ്പെടുമെന്നും നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുക. അയൽക്കാരൻ, കാണപ്പെടുന്ന സഹോദരൻ എല്ലാ വിശ്വാസികളാകണമെന്നില്ല. അപ്പോൾ ആരെ കാണുന്നു അവരെ സ്നേഹിക്കുവാനും എല്ലാവരെയും ഇത് കരുതുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നതും ദൈവനാമം മഹത്വപ്പെടുന്നതും. അതനുസരിച്ച് ജീവിതം നയിക്കുവാൻ ദൈവമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.